ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ തന്നെ ഞാനൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു പണി കിട്ടിയ ദിവസമാണ് ഗൈസ്. ഇതുപോലെ എന്താ പറയുക, നിങ്ങൾക്കും ഓരോരോ ദിവസം നല്ല പണി കിട്ടും, അത് കണ്ടാൽ മനസ്സിലാവട്ടെ. എന്താണ് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ മക്കളൊക്കെ മദ്രസയ്ക്ക് പോയിട്ട് വന്നു. അപ്പോൾ ഇനി രാവിലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് സോയാബീൻ കറിയും അതുപോലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ സോയാബീനുള്ള കാര്യങ്ങളൊക്കെ, കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സോയാബീൻസൊക്കെ രാവിലെ എണീറ്റ് തലേ ദിവസം ഒന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പാണ് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ പാല് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അങ്ങനെ സാഡായിട്ടാ കുറച്ച് നേരത്തിന്. പിന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുട്ടികൾക്ക് കൊടുക്കണം, അവരെ വിട്ടാക്കണം. അപ്പോൾ പണി കിട്ടിയത് ഞാൻ പറഞ്ഞില്ല. ആ ഇൻഡക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സംഭവം. എൻ്റെ അടുത്തൊരു കുട്ടി ഇരിക്കണം, അവളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ. അപ്പോൾ പാല് കാച്ചിയതിലേക്ക് മാറ്റി വെച്ചു. സംഭവം ഗ്യാസ് തീർന്നു. അപ്പോൾ ഗ്യാസ് തീർന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ പാലക്കാടുള്ളവർ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മുടെ നാടിനെ പൊക്കി പറയണമല്ലോ. അപ്പോൾ ഞാൻ വെളിയിൽ കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മഴ ഇപ്പോൾ കുറച്ചായിട്ട് മഴ ദിവസേന ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസമായി ഞാൻ ആ അടുപ്പൊന്നും കത്തിക്കാണ്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇനിയിപ്പോൾ കുറച്ച് നേരത്തിന് ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് വെളിയിൽ പണി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വിറകൊക്കെ കുറച്ചൊക്കെ നനഞ്ഞ് കിടക്കണുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ചെയ്തല്ലേ പറ്റൂ. ഉച്ചയാകുമ്പോഴാണ് കേട്ടോ ഗ്യാസ് എന്തായാലും ഒന്ന് വരും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ഒരു കുഴപ്പമില്ല. വെള്ളിയാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ഗ്യാസ് വരും. അപ്പോൾ കറി വയ്ക്കണ ആ സമയത്ത് ആകുമ്പോഴേക്കിനൊക്കെ വരുമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും തുണികളൊക്കെ ഇന്ന് ഒരു വെയിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അതിൽ തുണികളൊക്കെ ഒന്ന് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒരു വലിയൊരു പണിയാണ്. ഈ ഒരു അടുപ്പ് ഈ ഭാഗം കുളമായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മെനയാക്കി എടുത്ത് ഒരു വലിയൊരു വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് വെളിയിലാണ് വെക്കണത്. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുന്നതും ഗ്യാസ് വന്നതാ. ഗ്യാസിൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നണം. അപ്പോൾ ഞാൻ വെള്ളം നോക്കിയപ്പോൾ ഒരുപാട് ചൂടായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ നേരം കത്തിച്ചു. അങ്ങനെ ചകിരിയൊക്കെ പിന്നെ ഈ ഭാഗത്ത് തന്നെ വെച്ചത് കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ പാലക്കാട് ഭാഗത്ത് ഒരുപാട് മഴയൊന്നും ഇല്ല ഗൈസ്. ഓരോരോ ഭാഗത്ത് നല്ല മഴയാണ്. അപ്പോൾ ഗ്യാസ് വന്നത് കണ്ടില്ലേ നിങ്ങളെ. അപ്പോൾ ഇക്കാനെ കൊണ്ട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും ബാക്കിൽ വന്ന് നിൽക്കണത്. അപ്പോൾ ഗ്യാസൊക്കെ എടുക്കണുണ്ടാകും. അപ്പോൾ ഞാൻ എന്തായാലും സമാധാനമായി അൽഹംദുലില്ലാ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഈ ചോറ് എന്തായാലും വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിനിയിപ്പോൾ അവിടെ കറി വെക്കാൻ തുടങ്ങാമല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ കാണരുത് പ്ലീസ്. ലൈക്ക് വേണം, അത്യാവശ്യമായിട്ടും ലൈക്ക് വേണം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് പ്ലീസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈക്ക് ചോദിച്ച് കുറേ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു വിറകൊക്കെ വെച്ച് കൊടുത്ത് അവിടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേകട്ടെ. അപ്പോഴേക്കും ഞാൻ എല്ലാം എൻ്റെ കണ്ണിൽ കാണും കേട്ടോ. അങ്ങനൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപ്പുറത്തൊരു ഇതാണ്ടില്ലേ, അപ്പുറത്തൊരു തൊടിയിലൊരു പാമ്പ്. ഇപ്പോൾ ഒരുപാട് പാമ്പിൻ്റെ കാര്യമാണ്. കുട്ടികളും എല്ലാവരും നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പാമ്പ് കടിയേൽക്കണമെന്ന് കുറേ വീഡിയോസായി ഞാൻ കാണുന്നു കണ്ടില്ലേ. ഇത് പിന്നെ ചേരപ്പാമ്പാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലേ പോയിട്ടാ. പിന്നെ ചേരപ്പാമ്പായതുകൊണ്ട് പിന്നെ നമ്മൾ ആരെയും വിളിക്കാനും നിന്നില്ല. പിന്നെ ചോറ് ആയി. അപ്പോൾ നല്ല വെയിലാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് മഴയേ പെയ്തിട്ടില്ല. അപ്പോൾ വിറകൊക്കെ ഞാൻ നന്നായി ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വിറകൊക്കെ ആ അടുപ്പിൻ്റെ മേലെ തന്നെ വെച്ചു. ഇതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ സാധാരണ നാട്ടിൻ പുറത്തുള്ള ഒരു രീതിയാണ് എൻ്റേതൊക്കെ. അപ്പോൾ ഞാൻ ഉള്ളിൽ ഗ്യാസ് ഇല്ലെന്നെ പിന്നെ ഗ്യാസ് അടുപ്പിൽ തന്നെ കറിയൊക്കെ വെച്ചു. പിന്നെ പരിപ്പും പച്ചക്കറിയൊക്കെ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ
മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് മുളകൊക്കെ പിടിച്ച് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കിനും നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു വഴുതിനങ്ങയൊക്കെ പൊരിച്ചെടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.